നമസ്കാരം. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഈ വരുന്ന വ്യാഴാഴ്ച, അതായത് ഏപ്രിൽ 9-ാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഫലം അറിയാൻ പക്ഷേ മെയ് 4 വരെ കാത്തിരിക്കണം. ഈ ഒരു മാസം നീണ്ട കാത്തിരിപ്പിനിടയ്ക്ക് നമുക്കൊരു കൗതുകം തോന്നും, അല്ലെങ്കിൽ ഒരു ആകാംക്ഷ തോന്നും, ആരായിരിക്കും നമ്മളെ ഭരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഭരണത്തെ അറിയാനായിട്ട് പല സർവേകളും അല്ലെങ്കിൽ പ്രെഡിക്ഷൻസും നടത്താറുണ്ട്. പക്ഷേ സർവേകളിൽ നിന്നും പ്രെഡിക്ഷൻസ് വ്യത്യാസമാണ്, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് തോട്ടയ്ക്കാട് എൻ ഗോപാലകൃഷ്ണൻ നായർ സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഇലക്ഷൻ പ്രെഡിക്ഷൻ നടത്തുന്ന വ്യക്തിയാണ്. അതായത് ഏകദേശം കൃത്യമായി തന്നെ നമ്മളെ ആര് ഭരിക്കും അത് എല്ലാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം നടത്താറുണ്ട്. നമസ്കാരം സാർ. നമ്മളിപ്പോൾ ഓരോ തിരഞ്ഞെടുപ്പിനും ഈ പ്രെഡിക്ഷൻ നടത്തുമ്പോഴത്തേക്കും അതിന് കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ വേണം. സാർ എങ്ങനെയാണ് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത്? ഞാൻ മാർച്ച് 1 മുതൽ മാർച്ച് 31 വരെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും 4000 പേരോട് ടെലിഫോണിൽ സംസാരിച്ചാണ് എൻ്റെ പ്രവചനം തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ഈ 4000 പേരും സാർ നേരിട്ട് കോൺടാക്ട് ചെയ്ത് നേരിട്ട് ഫോണിൽ കോൺടാക്ട് ചെയ്താണ്. അപ്പം എങ്ങനെയായിരിക്കും ലിസ്റ്റ് എടുക്കുന്നത്? എങ്ങനെയാണ്? അതായത് അത് ഞാൻ ഒരു അധ്യാപകനാണ്. എല്ലാ ജില്ലയിലും എനിക്ക് പരിചയക്കാരുണ്ട്. എൻ്റെ സ്റ്റുഡൻസും ആ സ്റ്റുഡൻസ് മുഖാന്തരം വേറെ ആളുകളെയും പരിചയമുണ്ട്. അങ്ങനെ അവർ ടെലിഫോണിൽ ബന്ധപ്പെട്ടാണ് ഈ പ്രവചനം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തൊട്ട് മുൻപേ നമ്മൾ നടത്തിയ ഇലക്ഷൻ പ്രിഡിക്ഷൻ എന്ന് പറയുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെതായിരിക്കും. അതെ. അത് എത്രത്തോളം കൃത്യമായിരുന്നു? അതായത് സാറിന് എത്രത്തോളം കൃത്യമായിട്ട് ആ ഫലവുമായിട്ട് ചേർത്ത് വയ്ക്കാൻ സാധിച്ചു സാറിൻ്റെ പ്രിഡിക്ഷൻ? പറയാം. ഈ ജില്ലാ പഞ്ചായത്തുകളിൽ 7 ജില്ലാ പഞ്ചായത്തിൽ UDFനും 6 ജില്ലാ പഞ്ചായത്തിൽ LDFനും ആണ് പ്രവചിച്ചിരുന്നത്. ആ പ്രവചനം അതുപോലെ തന്നെ നടന്നു. UDFന് പറഞ്ഞിരുന്നത് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളാണ്. അതെല്ലാം അങ്ങനെ തന്നെ സംഭവിച്ചു. LDFന് പറഞ്ഞിരുന്നത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ എന്നീ 6 ജില്ലകളാണ്. അത് അങ്ങനെ തന്നെ നടന്നു. പിന്നെ ഒരു ജില്ല ആർക്കും ഭൂരിപക്ഷം കിട്ടുകയെന്നാണ് പറഞ്ഞിരുന്നത്. അത് കാസർഗോഡാണ്. കാസർഗോഡിൽ 18 ജില്ലാ പഞ്ചായത്ത് വാർഡുകളാണുള്ളത്. അവിടെ 9 LDFനും 8 UDFനും 1 BJPക്ക് കിട്ടി. അവിടെ ഭരിക്കണമെങ്കിൽ 10 വാർഡ് ജയിക്കണം. 10 വാർഡ് ജയിച്ച ആരുമില്ല. പിന്നെ സിംഗിൾ ലാർജസ്റ്റ് എന്നുള്ള നിലയ്ക്ക് LDFന് ഭരണം കിട്ടി. അങ്ങനെ ഇപ്പോൾ അവർക്ക് 7 ജില്ലാ പഞ്ചായത്തുണ്ട്. UDFനും 7 ഉണ്ട്. പക്ഷേ UDFന് കിട്ടുന്ന ജില്ലാ പഞ്ചായത്തുകൾ വൻ ലീഡാണ് ഉള്ളത്. ഉദാഹരണത്തിന് മലപ്പുറത്ത് 33 ജില്ലാ പഞ്ചായത്ത് വാർഡിൽ 33 അവരാണ് ജയിച്ചത്. എറണാകുളത്തും വൻ ലീഡാണ്. അപ്പോൾ മൊത്തത്തിൽ വരുമ്പം ജില്ലാ പഞ്ചായത്തിൽ 346 വാർഡാണുള്ളത്. അതിൽ 196 സ്ഥലത്ത് UDFും 145 സ്ഥലത്ത് LDFുമാണ് വിജയിച്ചത്. BJPക്ക് 1 സീറ്റ് കിട്ടി. 2020ക്കും 1 സീറ്റ് കിട്ടി. അപ്പോൾ UDFും LDFും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ജില്ലാ പഞ്ചായത്തിൽ 50 വാർഡിൽ കൂടുതലുണ്ട്. ആ ഒരു വ്യത്യാസം ഈ 2026 തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. ഇപ്പോൾ നമ്മുടെ 2026 തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാം. അതായത് നമ്മുടെ ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് നമ്മളെ ആര് ഭരിക്കും, കേരളം ആര് പിടിച്ചെടുക്കും എന്നുള്ളത് അറിയാനായിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഓരോ മണ്ഡലങ്ങളായിട്ട് എടുത്ത് പറയാൻ പറഞ്ഞാൽ സമയപരിധിയുണ്ട്. അതുകൊണ്ട് ഓരോ ജില്ലകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏത് പാർട്ടിക്കായിരിക്കും മുൻതൂക്കം എന്നുള്ള സാറിൻ്റെ ഒരു പ്രഡിക്ഷൻ പറയാമോ? അത് പറയാം. എൻ്റെ പ്രവചനം അനുസരിച്ച് കേരളത്തിൽ കേരളത്തിൽ UDF ആയിരിക്കും അടുത്ത തവണ ഭരിക്കുന്നത്. അവർക്ക് 81 മുതൽ 88 വരെ സീറ്റ് കിട്ടും. LDFന് 47 മുതൽ 55 വരെ സീറ്റ് കിട്ടും. NDAക്ക് 2 മുതൽ 6 വരെ സീറ്റ് കിട്ടും. കോൺഗ്രസ്സിന് തനിയെ 51 മുതൽ 55 വരെ. കേരള കോൺഗ്രസ് മുസ്ലിം ലീഗിന് 21 മുതൽ 22 വരെ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 4 മുതൽ 5 വരെ. RSPക്ക് 2 സീറ്റ്, CMPക്ക് 1 സീറ്റ്, RMPക്ക് 1 സീറ്റ്, കേരള കോൺഗ്രസ് ജേക്കബിന് ഒരു സീറ്റ്. LDFിൽ CPMന് തന്നെ 32 മുതൽ 35 വരെ സീറ്റ്, CPIക്ക് 10 മുതൽ 13 വരെ സീറ്റ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്
2 മുതൽ 4 വരെ സീറ്റ്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന് 1 സീറ്റ്, അത് തിരുവല്ലയിലാണ് കിട്ടുന്നത്. പിന്നെ NCPക്ക് 1 സീറ്റ്, RJDക്ക് 1 സീറ്റ്. ഇങ്ങനെയാണ് നില. അതായത് മൊത്തത്തിലുള്ള നില. നമുക്ക് ഓരോ ജില്ലയും പറയാം. തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ 12 സീറ്റിലേ പ്രഡിക്റ്റ് ചെയ്തുള്ളൂ. 2 സീറ്റ് അൺപ്രഡിക്റ്റബിളാണ്. 12 സീറ്റിൽ 6 സീറ്റ് UDFനും 5 സീറ്റ് LDFനും കിട്ടും, 1 സീറ്റ് BJPക്കും കിട്ടും. ബാക്കി 2 സീറ്റ് പ്രഡിക്റ്റ് ചെയ്തിട്ടില്ല. വട്ടിയൂർക്കാവും കഴക്കൂട്ടവും പറഞ്ഞിട്ടില്ല, രണ്ടും അൺപ്രഡിക്റ്റബിളാണ്. വട്ടിയൂർക്കാവിൽ 3 LDFും UDFും BJPയും ഒരേപോലെയാണ്. ആര് ജയിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അതുപോലെ കഴക്കൂട്ടത്ത് BJPയും LDFും ഒരുപോലെയാണ്, അതും ആര് ജയിക്കുമെന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് ജയിക്കുന്ന പറയാം. കരുനാഗപ്പള്ളി, കുണ്ടറ, കൊല്ലം, പത്തനാപുരം, പിന്നെ RSP ചവറയും കുന്നത്തൂരും, അങ്ങനെ 6 സീറ്റ്. പിന്നെ LDF ജയിക്കുന്നത് കൊട്ടാരക്കര ധനമന്ത്രി KN ബാലഗോപാൽ വിജയിക്കും. പിന്നെ ഉള്ളത് CPIയുടെ പുനലൂർ വിജയിക്കും, ചടയമംഗലം വിജയിക്കും, ചാത്തന്നൂർ വിജയിക്കും. ആ 3 സീറ്റും CPI വിജയിക്കും. പിന്നെ ഇരവിപുരവും CPM ജയിക്കും. പത്തനംതിട്ട ജില്ലയിലേക്ക് കടന്നാൽ 5-ൽ 4 സീറ്റും UDF, 1 സീറ്റ് LDF. UDF ജയിക്കുന്ന സീറ്റുകൾ റാന്നി, കോന്നി, ആറന്മുള, അടൂർ 4. തിരുവല്ല സീറ്റ് LDF ആണ് ജയിക്കുന്നത്, മാത്യു ടി തോമസ്. അതവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ആളാണ് നിൽക്കുന്നത്. അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ജയിച്ചു. അടുത്ത് കോട്ടയത്തേക്ക് വരുമ്പോൾ അവിടെ 9 സീറ്റാണ് ഉള്ളത്. 4 സീറ്റ് UDFന് ഉറപ്പായിട്ട് കിട്ടും, 5 സീറ്റ് LDFനും കിട്ടും. കോട്ടയത്ത് UDFന് കിട്ടുന്നത് പുതുപ്പള്ളി, കോട്ടയം, പിന്നെ കടുത്തുരുത്തി, പൂഞ്ഞാറ്, ഈ 4 സീറ്റ് ഉറപ്പാണ്. LDFന് എടുത്ത് ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, വൈക്കം, ഏറ്റുമാനൂർ, പാല. ആലപ്പുഴ ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 3 സീറ്റ് LDFന് ഉറപ്പാണ്, UDFന് ഉറപ്പാണ്. ബാക്കി 6 സീറ്റ് LDF, 3 സീറ്റാണ്. അതിൽ UDF ജയിക്കുന്ന സീറ്റുകൾ കോൺഗ്രസിൻ്റെ ഹരിപ്പാട് രമേശ് ചെന്നിത്തല, പിന്നെ ആലപ്പുഴ AD തോമസ്, അത് രണ്ടുമാണ് കോൺഗ്രസ് ജയിക്കുന്നത്. പിന്നെ കുട്ടനാട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ജയിക്കും. ബാക്കി LDF ജയിക്കുന്നത് ചെങ്ങന്നൂർ ജയിക്കും, മാവേലിക്കര ജയിക്കും, കായംകുളം ജയിക്കും, അരൂർ ജയിക്കും, ചേർത്തല ജയിക്കും. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ ഏറ്റവും കാത്തിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിന്റെ ഇതെന്ന് പറയുന്നത് അമ്പലപ്പുഴയിലായിരിക്കും. അമ്പലപ്പുഴയിലേക്ക് കടക്കുമ്പോൾ സാധ്യത എങ്ങനെയാണ്? സുധാകരൻ വിജയിക്കും, ഉറപ്പിക്കാം. അത് CPM-കാരുടെ കുറച്ചോട്ടെങ്കിലും അങ്ങോട്ടേക്ക് മറിയുമെന്നുള്ളത്. അടുത്തത് ഇടുക്കി ജില്ലയിൽ 5 സീറ്റാണുള്ളത്. അതിൽ 4 എണ്ണവും UDF ജയിക്കും, 1 എണ്ണം 2 വർഷത്തേക്കും പോകാം. ദേവികുളം UDF ആകാം, LDF ആകാം, അത് പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. 4 സീറ്റ് UDFന് ഉറപ്പാണ്. ഉടുമ്പൻചോലയിൽ സേനാപതി വേണു, ഇടുക്കിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്, പേര് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ പീരുമേടി സിറിയക് തോമസ്, തൊടുപുഴയിൽ അപ്പു ജോൺ ജോസഫ്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. അടുത്ത ജില്ലയിലേക്ക് ജില്ല എറണാകുളം, എല്ലാ UDF ആണ്. പിന്നെ പേര് പറയാൻ തൃശ്ശൂർ പറഞ്ഞു കഴിഞ്ഞാൽ UDFന് ജയിക്കാവുന്നത് വടക്കാഞ്ചേരി കോൺഗ്രസ് ജയിക്കും, പിന്നെ മണലൂർ കോൺഗ്രസ് ജയിക്കും, 2 സീറ്റായാലും. ചാലക്കുടി 3 സീറ്റ് അവർക്ക് ഉറപ്പുള്ളതുണ്ട്. CPM-ന് ഉറപ്പുള്ളത് ചേലക്കര, കുന്നംകുളം. CPIക്ക് ഉറപ്പുള്ളത് കൊടുങ്ങല്ലൂരും പിന്നെ അതിന് അടുത്ത സീറ്റുണ്ട്, ടൈസൺ മാസ്റ്റർ കഴിഞ്ഞ കയ്പമംഗലം. ആ 2 സീറ്റ് CPIക്ക് ഉറപ്പ്.
അപ്പോൾ CPM 3-2 5 പിന്നെ അൺപ്രഡിക്റ്റബിളായിട്ട് വരുന്ന തൃശ്ശൂർ സീറ്റ്, ഒല്ലൂർ സീറ്റ്, പിന്നെ നാട്ടിക സീറ്റ്. ഇത് അൺപ്രഡിക്റ്റബിളാണ്. തൃശ്ശൂർ ഈ LDF, UDF, BJP ഈ 3 സ്ഥാനാർത്ഥികൾ ഒരേപോലെയാണ് നിൽക്കുന്നത്. അതിലാരും വിജയിക്കാം. അൺപ്രഡിക്റ്റബിളാണ്. ഒല്ലൂർ കോൺഗ്രസ് അല്ലെങ്കിൽ CPI ജയിക്കും. അവിടെ BJPക്ക് ജയിക്കത്തില്ല. പിന്നെ ഒരു സീറ്റുണ്ട് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിൽ UDF അല്ലെങ്കിൽ LDF വിജയിക്കും. അവിടെ BJP പുറകിൽ പോകും. പിന്നെ നാട്ടികയിൽ UDF അല്ലെങ്കിൽ LDF. അപ്പോൾ അവിടെ ഒരു ഏകദേശം ഒരുപോലെ വരും. LDFന് അല്പം മേൽക്കൈ ഉണ്ട്. പിന്നെ പ്രധാന ഒരു പോയിൻ്റ് ഉണ്ട് എല്ലാവരും പറയുന്നത്, ഈ തിരുവനന്തപുരവും തൃശ്ശൂരും ജയിക്കുന്ന മുന്നണി കേരളം ഭരിക്കുമെന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ ഇത്തവണ അത് ശരിയാവത്തില്ല. കാരണം തിരുവനന്തപുരം UDFന് ഭൂരിപക്ഷം ഇല്ല, ഒരു 6-7 ഉള്ളൂ. തൃശ്ശൂരും അങ്ങനെ തന്നെ. ആ ഒരു ചൊല്ല് പ്രസക്തി ഇല്ലതാവും. അടുത്ത് നമ്മൾ പോകുമ്പോഴത്തേക്കും പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് ജയിക്കാവുന്നത് പട്ടാമ്പി TP ഷാജി, തൃത്താല VT ബലറാം, നെന്മാറ A തങ്കപ്പൻ. പിന്നെ ബാക്കി മുസ്ലിം ലീഗ് ജയിക്കുന്ന സീറ്റ് മണ്ണാർക്കാട്. ബാക്കി സീറ്റെല്ലാം LDF ആയിരിക്കും. LDFന് ഒരു 7 സീറ്റുകൾ 12-ൽ 7-8 വരെ. പിന്നെ അവിടെ പാലക്കാട് ജയിക്കുന്നത് BJP സ്ഥാനാർത്ഥിയായിരിക്കും, ശോഭാ സുരേന്ദ്രൻ. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഇതാണ് പാലക്കാട് ആർക്കെന്നുള്ളത്. മലപ്പുറത്ത് 16-16 UDF ആയിരിക്കും. പിന്നെ കോഴിക്കോട് സീറ്റ് 13 സീറ്റിൽ 8 UDFും 5 LDFും ആയിരിക്കും. LDF വിജയിക്കുന്ന പേരാമ്പ്ര TP രാമകൃഷ്ണൻ. പിന്നെ എലത്തൂർ വനം മന്ത്രി ശശീന്ദ്രൻ, അത് NCP സ്ഥാനാർത്ഥി. പിന്നെ ബേപ്പൂര് മന്ത്രി റിയാസ്. കോഴിക്കോട് നോർത്ത് അവിടെ ഒരു പഴയ മേയറാണ് രവീന്ദ്രൻ, തോട്ടത്തിൽ രവീന്ദ്രൻ. പിന്നെ ഒരു സീറ്റുണ്ട് ബാലുശ്ശേരി, നമ്മുടെ പഴയ മേയറുടെ ഭർത്താവാണ് നിൽക്കുന്നുണ്ട്. ഈ 5 LDF, ബാക്കി 7 UDF. അവിടെ UDF ആണ്. അവിടെ കോൺഗ്രസിന് ഈ കഴിഞ്ഞ 4 ഇലക്ഷനായിട്ട് ഒരു സീറ്റ് പോലും ഇല്ല. ഇപ്പോൾ അവർക്ക് 2 സീറ്റ് കിട്ടും, നാദാപുരവും കൊയിലാണ്ടിയും. പിന്നെ മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണ 1 സീറ്റായിരുന്നു, ഇപ്പോൾ അത് 5 വരും. അതായത് അവർക്ക് തിരുവമ്പാടി കിട്ടും, കുന്നമംഗലം കിട്ടും, കോഴിക്കോട് സൗത്ത് കിട്ടും. പിന്നെ നേരത്തെ ഉള്ളത് 1 സീറ്റുണ്ട് അവിടെ. അതിന് പുറമെ ഈ 4 സീറ്റ് കൂടെ വരും, 5 സീറ്റാവും. അവിടെ UDFന് മേൽക്കൈയാവും. 8-5 UDF 8, LDF 5. പിന്നെ ഉള്ളത് വയനാടിൽ 3-3 UDF. നേരത്തെ 3-2 ഉണ്ടായിരുന്നു, അതിൽ 1 കൂടെ കിട്ടും. പിന്നെ കണ്ണൂർ UDFന് പുറകിലായിരിക്കും. കണ്ണൂർ UDFന് ഒരു 3 സീറ്റേ ഉറപ്പുള്ളൂ. 1 ഇരിക്കൂർ, 2 കണ്ണൂർ ടൗൺ മണ്ഡലം, 3 പേരാവൂര്. ബാക്കിയുള്ള 8 സീറ്റാണ് 8 സീറ്റ് LDF. കാസർഗോഡ് UDFന് ഉറപ്പുള്ളത് കാസർഗോഡ് മാത്രമേ ഉള്ളൂ, കാസർഗോഡ് ടൗൺ മണ്ഡലം. മഞ്ചേശ്വരത്ത് അവിടെ ഒന്നുകിൽ മുസ്ലിം ലീഗ് ജയിക്കും, അല്ലെങ്കിൽ BJP ജയിക്കുക. അവിടെ BJP ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം അവിടെ ഒരു വനിത നിൽക്കുന്നുണ്ട്, ഇത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്. അവർ മംഗലാപുരം സ്വദേശിയാണ്, ക്രിസ്ത്യൻ ലേഡിയാണ്. അവരവിടെ മഞ്ചേശ്വരത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അവർക്കൊരു 7500 വോട്ടോളം കിട്ടും. ആ വോട്ട് മുഴുവന് മുസ്ലിം ലീഗിന് കിട്ടേണ്ടതാണ്. അപ്പോൾ അത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പരാജയപ്പെടാൻ സാധ്യതയുണ്ട്, ഉറപ്പ് പറയുന്നില്ല. അപ്പോൾ മുസ്ലിം ലീഗ് തോക്കാൻ ചാൻസുള്ള, ഞാൻ പറഞ്ഞതിൽ 1 സീറ്റേ ഉള്ളൂ. അല്ല, പിന്നെ 2-3 സീറ്റ് കൂടെ ഉണ്ട് വേറെ.
തോൽക്കുമെന്ന് 100% ഉറപ്പുള്ളത്. ഇതാണ് ആകെ മൊത്തമുള്ളൊരു ചിത്രം എന്ന് അതെ പറയുന്നത്. ഇപ്പോൾ സാറ് വട്ടിയൂർക്കാവ് പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രഡിക്ഷൻ പറ്റില്ല, അതായത് നമ്മുടെ അത്രത്തോളം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അത് പറയാനായിട്ട് നിർത്തിയില്ല. അവിടെ വിജയിക്കുന്ന ആൾക്ക് ഒരു 2000-3000 കൂടുതൽ ഭൂരിപക്ഷം വരത്തില്ല. 1ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും നിൽക്കുന്ന ആളും തമ്മിൽ വ്യത്യാസം ചിലപ്പോൾ 5000-ൽ കുറവായിരിക്കും. ഈ കഴക്കൂട്ടത്തും അങ്ങനെയാണ്. പിന്നെ അവിടെ കോൺഗ്രസ് വിജയിക്കാവുന്ന സീറ്റ് വർക്കല, വാമനപുരം, കഴക്കൂട്ടമല്ല, കാട്ടാക്കട, പിന്നെ കോവളം, നെയ്യാറ്റിൻകര 5 സീറ്റ്. പിന്നെ തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ. അങ്ങനെ 6 സീറ്റ് UDFന്, 5 സീറ്റ് LDFന്, 1 സീറ്റ് BJPക്ക്, 2 അൺപ്രഡിക്റ്റബിൾ. ഇപ്പോൾ ഈ 4000 പേരെ സാറ് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പം ഒരു ചോദ്യാവലി നമുക്ക് ഉണ്ടാവുമല്ലോ. ആ ചോദ്യാവലിയിൽ നിന്ന് സാറിന് മനസ്സിലായി കാര്യം ഇപ്പം എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ UDF, കാരണം 10 വർഷം തുടർന്ന് ഭരിക്കുന്നത് LDF ആണ്. പ്രധാന കാര്യം ഈ ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അതിൽ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയാനായിട്ട് ഇപ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൻ്റെ തുടങ്ങിയ ശേഷം കേൾക്കുന്ന ഒരു കാര്യമാണ് ഡീൽ ആരോപണം എന്നുള്ളത്. അത് മാറ്റി വെക്കാം. എന്നാലും ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവരെ ബാധിക്കുന്നത് നവകേരള സദസ്സ് നടത്തിയപ്പോൾ അത് വലിയ ധൂർത്താനുള്ള ആരോപണം ഒന്നും ഉയർന്നിട്ടുണ്ട്. അത് തന്നെയല്ല, നവകേരള സദസ്സ് നടത്തിയാൽ ഒരു പൊതുജനത്തിൽ ആർക്കും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നടത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് അന്ന് ഈ പല സ്കൂളുകളുടെ മതിൽ പൊളിച്ചിട്ടേ ഈ ബസ് കയറ്റാൻ വേണ്ടിയിട്ട്, എന്നിട്ട് തിരിച്ച് പിന്നെയും പണിത് അതിന് ലക്ഷക്കണക്കിന് രൂപ ചിലവായിട്ടുണ്ട്. മാത്രമല്ല, അന്ന് ഈ നവകേരള സദസ്സ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ചെന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ ചെടിച്ചട്ടി വെച്ച് DYFIക്കാർ മർദ്ദിച്ചു. എന്നിട്ടത് ജീവൻ രക്ഷാപ്രവർത്തനമാണെന്നും കൂടെ പറയുക. പിന്നെ ഉള്ള ADM ആയിട്ടിരുന്ന ഒരാൾ കണ്ണൂർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടല്ലോ. ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം. പിന്നെ ഒരു വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയുണ്ടല്ലോ, അയാളുടെ ആത്മഹത്യ. ഇതെല്ലാം ഇതിനെതിരായിട്ടുള്ള ഘടകങ്ങളാണ്. പിന്നെ ഇപ്പോൾ ഈ നവകേരള സർവേ എന്നും പറഞ്ഞ് നടത്തിയിരിക്കുന്നു. അതിനുള്ള ചിലവെല്ലാം ഈ പാർട്ടി പ്രവർത്തകർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പൈസ കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അല്ലാതെ ആ സർവേ നടത്തിയിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ഈ അയ്യപ്പ സംഗമം നടത്തിയതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിൻ്റെ പന്തലുണ്ടാക്കുന്നത് എല്ലാം ഇവർക്കല്ലേ ഈ കോൺട്രാക്റ്റ് കൊടുക്കുന്നത്. കാശെല്ലാം ഇവർക്ക് തന്നെ കിട്ടും, വേറെ ആർക്കും കിട്ടത്തില്ല. പിന്നെ നിയമന നിരോധനം, ചില റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാൾ പോലും എടുക്കുന്നില്ല. ഇവരുടെ കുടുംബക്കാരും ആരെങ്കിലും വോട്ട് ചെയ്യുമോ അവർക്ക്? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കണം. 2026 അസംബ്ലി ഇലക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും ഡീലാരോപണം 3 മുന്നണികളും പരസ്പരം അങ്ങോട്ട് പഴിചാരുന്ന ഒരു ആയുധമാക്കി തന്നെ എടുക്കുന്നു എന്നുള്ളത് പറയാം. ഏതെങ്കിലും മണ്ഡലങ്ങളിൽ സ്പെസിഫിക് ആയിട്ട് സാറിന് ഡീലാരോപണം ഇപ്പം CPM-ഉം BJP-യും തമ്മിൽ ഡീലാണ് കോൺഗ്രസ് പറയും. CPM-ഉം കോൺഗ്രസും തമ്മിൽ ഡീലാണെന്ന് BJP പറയും. കോൺഗ്രസും CPM തമ്മിൽ ഡീലാണെന്ന് BJP-ക്കാരും പറയും. ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുന്നതല്ല, അങ്ങനെ ഡീലൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ചില സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് പാർട്ടിക്ക് പുറത്തുനിന്നുള്ള വോട്ട് കിട്ടും. ഇപ്പം K മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് BJP പ്രവർത്തകർ വോട്ട് ചെയ്യും. അത് പാർട്ടി ലെവലിലുള്ള തീരുമാനമല്ല. അത് പല സ്ഥലത്തും ഉണ്ട്. CPM-കാർക്ക് തന്നെ BJP-ക്കാർ വോട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പം അവർ ഒരു തീവ്ര BJP-ക്കാരങ്ങനെ മാറി ചെയ്യത്തില്ല. അല്ലാതെ ഈ അനുയായികളുണ്ടല്ലോ, അങ്ങനെ ഒത്തിരി വോട്ട് മാറി ചെയ്യുന്നത്. അതിനൊരു ഡീലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഡീല് നടപ്പാക്കാനും പറ്റത്തില്ല. രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഇത് MLA-മാർ വോട്ട് ചെയ്യുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പൊക്കെ ഇത് പറ്റും. പൊതുജനത്തിനോട് ഇങ്ങനെ പറയാൻ പറ്റുമോ? അത് പലയിടത്തും ഇപ്പോൾ ഈ ഇവിടെ നേമത്ത് തന്നെ BJP തോക്കാൻ കാരണം ഈ CPM-ൻ്റെ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ BJP-യെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് CPM-ന് വോട്ട് ചെയ്യുന്നതാണ്. അവർ പാർട്ടി നോക്കാതെ
കോൺഗ്രസ്സുകാരായിട്ടുള്ള മുസ്ലിങ്ങളും ശിവൻകുട്ടിക്ക് ചെയ്യും. അത് ഇങ്ങനെ ഒരു ഡീലൊന്നും അല്ലത്, അവർ സ്വമേധയാ ചെയ്യുന്നതാണ്. അത് ഇവിടെയുണ്ട്. ഈ മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലെ കഴിഞ്ഞ 37 കൊല്ലമായിട്ട് BJP ജയിക്കേണ്ടതാണ്. അവിടെ തിരിച്ചാണ് ചെയ്യുന്നത്. അതായത് CPM-കാർ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യും, BJP ജയിക്കുന്നതായിരിക്കും. അതാണ് സംഭവിക്കുന്നത്. അത് ഡീലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഗോപാലകൃഷ്ണൻ നായർ സാറിൻ്റെ പ്രവചനം അനുസരിച്ച്, ഇലക്ഷൻ പ്രഡിക്ഷൻ അനുസരിച്ച് UDF 2026 കേരളം പിടിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സാറിൻ്റെ എല്ലാ പ്രവചനങ്ങളും ശരിയാകുന്നത് പോലെ ഇതും ശരിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ നമ്മുടെ ഇനി കാത്തിരിക്കണം. വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോയി മെയ് 4-ാം തീയതി റിസൾട്ട് വരുന്നത് വരെ നമുക്ക് അറിയത്തില്ല എന്താണ് റിസൾട്ട് എന്നുള്ളത്. വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റൂ ആരാണ്, ഏത് മുന്നണിയാണ് നമ്മളെ ഭരിക്കുക എന്നുള്ളത്. ഉറപ്പായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ നമ്മുടെ ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ട് ഒത്തിരി വിമർശനങ്ങളും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒത്തിരി ആൾക്കാരുണ്ടാകും. അത് നിങ്ങളുടെ അഭിപ്രായമാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ നമ്മുടെ ഇതിനെ പൂർണ്ണമായിട്ടും ഇന്നതിലേക്ക് എന്ന് പറഞ്ഞു വയ്ക്കുകയല്ല, ഞങ്ങളുടെ ഒരു ഇലക്ഷൻ പ്രഡിക്ഷൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ മെയ് 9-ാം തീയതി റിസൾട്ട് അറിയാം. എല്ലാവർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.